HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനഖാറാം, ദിയ, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. അരുവിക്കരയിലെ അരുവിപ്പുറത്ത് ഉയരുന്ന ശ്രീനാരായണ ഗുരു പഠന ഗവേഷണ കേന്ദ്രം. റെയ്ഡിനിടെ വ്യവസായി CJ റോയ് സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ. ഞാൻ എന്നെ തന്നെ മറന്നു, മോദി കാലു തൊട്ട് വന്ദിച്ചതിൽ ആശാനാഥ്. ശ്രീകാര്യത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 50 പേർക്ക് ഭക്ഷ്യവിഷബാധ. ദേവനാരായണന് 1ാം റാങ്ക്. കൈക്കൂലി പണം വിജിലൻസിനെ കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. അരുവിക്കരയിലെ അരുവിപ്പുറത്ത് ഉയരുന്ന ശ്രീനാരായണ ഗുരു പഠന ഗവേഷണ കേന്ദ്രം. സമാധാനം, സമത്വം, സ്നേഹം എന്നീ മൂല്യങ്ങളുടെ ഒരു സങ്കേതമായാണ് ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര വേദ പഠന കേന്ദ്രവുമായി വിശ്വശാന്തി ആശ്രമം വിഭാവനം ചെയ്തിരിക്കുന്നത്. വേദജ്ഞാനത്തിൻ്റെ സംരക്ഷണം, പ്രയോഗം, പ്രചരണം എന്നിവയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ആഗോള ആത്മീയവും വിദ്യാഭ്യാസപരവുമായ കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നത്. അരുവിപ്പുറം പാലത്തിന് സമീപം പുല്ലമ്പാറ ഗ്രാമത്തിലെ ശാന്തവും ആത്മീയവുമായ ഊർജ്ജസ്വലമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ധ്യാനത്തിനും പഠനത്തിനും സമഗ്രമായ ജീവിതത്തിനും അനുയോജ്യമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പ്രകൃതി സൗഹൃദ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക ദർശനത്തിൽ വേരൂന്നിയ ഈ പദ്ധതി ആത്മീയത, വിദ്യാഭ്യാസം, ക്ഷേമം, സാമൂഹിക പരിഷ്കരണം, സുസ്ഥിര ജീവിതം എന്നിവ സമന്വയിപ്പിക്കുന്നു. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ളവർക്കും പണ്ഡിതർക്കും സന്ദർശകർക്കും ഒരു പരിവർത്തന ഇടമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയ്ഡിനിടെ വ്യവസായി CJ റോയ് സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ. റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയെ ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ കണ്ടെത്തി. ലക്ഫൺ ടൗണിലെ കമ്പനി ആസ്ഥാനത്താണ് ഉച്ചകഴിഞ്ഞ് 3:15-നായിരുന്നു സംഭവം. കൊച്ചിയിൽ നിന്നുള്ള 8-അംഗ ആദായ നികുതി സംഘമാണ് റെയ്ഡ് നടത്തിയത്. നോട്ടീസ് നൽകിയ റോയിയെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു റെയ്ഡ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോയിയുടെ മരണത്തിന് കാരണമെന്നാണ് സഹോദരൻ CJ ബാബു ആരോപിച്ചത്. ഓഫീസിൽ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചെന്നും ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാക്കിയതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നും ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു. ഞാൻ എന്നെ തന്നെ മറന്നു, മോദി കാലു തൊട്ട് വന്ദിച്ചതിൽ ആശാനാഥ്. താൻ കാലു തൊട്ട് വന്ദിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു തന്റെ കാലുകൾ തൊട്ട് വന്ദിച്ചതിനെ കുറിച്ച് വികാരാധീനയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ ആത്മാവിൽ പതിഞ്ഞ ഒരു നിമിഷമെന്നാണ് ആശാനാഥ് ഇതിനെപ്പറ്റി കുറിച്ചത്. പ്രധാനമന്ത്രി കാലു തൊട്ട് തൊഴുതപ്പോൾ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. അത് ദുഃഖത്തിന്റെ കണ്ണീരല്ല, സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നുവെന്നും ആശാനാഥ് പറയുന്നു. ശ്രീകാര്യത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 50 പേർക്ക് ഭക്ഷ്യവിഷബാധ. തിരുവനന്തപുരം ശ്രീകാര്യം വെഞ്ചാവോട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 50ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. വെഞ്ചാവോടുള്ള A1 ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ശനിയാഴ്ച വൈകിട്ടോടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. തിങ്കളാഴ്ച മുതലാണ് മിക്കവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഭക്ഷ്യവിഷബാധയേറ്റവരെല്ലാം ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ ഹോട്ടൽ അടപ്പിച്ചു. ദേവനാരായണന് 1ാം റാങ്ക്. 2ാം KAS പരീക്ഷയിൽ പൊതുവിഭാഗത്തിൽ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി AS ദേവനാരായണൻ 1ാം റാങ്ക് കരസ്ഥമാക്കി.
നോൺ ഗസറ്റഡ് ഓഫീസർമാരുടെ സ്ട്രീം 2-ൽ തൃശൂർ പൊന്നങ്കര സ്വദേശി CA സവിതയ്ക്കും സ്ട്രീം 3-ൽ പത്തനംതിട്ട കോന്നി സ്വദേശി രാജേഷ് R നാഥിനുമാണ് ഒന്നാം റാങ്ക്. ഒന്നാം സ്ട്രീമിൽ തിരുവനന്തപുരം കട്ടപ്പനക്കുന്ന് സ്വദേശി സിദ്ധാർത്ഥ് M ജോയ് രണ്ടാം റാങ്കും പാലാ ചേർപ്പുങ്കൽ സ്വദേശി ആൽബർട്ട് എബ്രഹാം മൂന്നാം റാങ്കും നേടി. കേരളത്തിൽ അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്രം. കേരളത്തിൽ അതിവേഗ റെയിൽപാത പ്ലാൻ ചെയ്ത് കേന്ദ്രം. പദ്ധതിയുടെ ചുമതല മെട്രോമാൻ E ശ്രീധരനെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അതിവേഗ റെയിൽപാതയ്ക്ക് യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താൻ 3 മണിക്കൂർ 15 മിനിറ്റ് മാത്രമേ എടുക്കൂവെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് സൗകര്യമൊരുക്കുന്നതെന്നും ശ്രീധരൻ പറഞ്ഞു. എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. ഹൈസ്പീഡ് റെയിൽവേ ലൈൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. തീയതി പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങും. റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗിക അനുമതി ലഭിക്കുന്നതിന് കാലതാമസമെടുക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നടപടികൾ നേരത്തെയാക്കി, ശ്രീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ശനിയാഴ്ച ക്രിക്കറ്റുത്സവം. തലസ്ഥാനത്ത് ക്രിക്കറ്റ് വിരുന്നൊരുക്കി ഇന്ത്യ ന്യൂസിലൻഡ് T20 മത്സരം ശനിയാഴ്ച രാത്രി 7 മുതൽ കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ. അടുത്ത ആഴ്ച ആരംഭിക്കുന്ന T20 ലോകകപ്പിന് മുമ്പ് ഇരു ടീമുകളും അവസാന രാജ്യാന്തര മത്സരമാണിത്. 5 മത്സരങ്ങളുടെ പരമ്പര 3-1 ഇന്ത്യ ഇതിനകം സ്വന്തമാക്കി. ഇനി കാശ് കൊടുത്താൽ മദ്യം കിട്ടില്ല. അടുത്ത മാസം മുതൽ ബെവ്കോയുടെ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിൽ കാശ് കൊടുത്താൽ മദ്യം കിട്ടില്ല. ഫെബ്രുവരി 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂ എന്ന് ബെവ്കോ ID നിർദ്ദേശം നൽകി. മാർച്ച് 15 മുതൽ ഇത് നിർബന്ധമാകും. അന്നേ ദിവസം മുതൽ നിലവിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം, സെമി പ്രീമിയം കൗണ്ടറുകൾ ഒഴിവാക്കി സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടർ, പോപ്പുലർ ബ്രാൻഡ് കൗണ്ടർ എന്നിവ മാത്രം പ്രവർത്തിക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം പണമിടപാടുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ഇടപാടുകാരും ജീവനക്കാരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. രാജ്യം 7.4% വളർച്ച നേടും. സാമ്പത്തിക സർവേ. US വെല്ലുവിളികൾക്കിടയിലും കയറ്റുമതി കരുത്ത് കാട്ടി. കാർഷിക മേഖല സ്ഥിരത കൈവരിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം 7.4% വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ. 2026-27 വർഷത്തിൽ 6.8%-നും 7.2%-നും ഇടയ്ക്കാകും വളർച്ച. US-ന്റെ താരിഫ് വർധന ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖല കരുത്ത് കാട്ടിയെന്നും സർവേയിൽ പറഞ്ഞു. ധനകമ്മിറ്റി ഘട്ടഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്നതിൽ സർക്കാർ വിജയിച്ചു. തിരുപ്പതി കുംഭകോണത്തിൽ കുറ്റപത്രം. കേസിൽ 36 പ്രതികൾ. തിരുപ്പതി ലഡു കുംഭകോണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് CBI പ്രത്യേക സംഘം. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് നടന്നത് 250 കോടിയുടെ കുംഭകോണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 3 വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയത് 68 ലക്ഷം കിലോ വ്യാജ നെയ്യാണെന്നും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. നെല്ലൂർ ACB കോടതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിലാകെ 36 പ്രതികളാണുള്ളത്. ഉത്തരാഖണ്ഡിലെ ബോലെ ബാബ ഡയറി 1-ാം പ്രതിയാണ്. കേസിലെ പരാതിക്കാരനെയും പ്രതിയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാന ജനറൽ മാനേജർ PK മുരളീകൃഷ്ണനെ SCIT പ്രതി ചേർത്തു. 2024 ഒക്ടോബറിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം CBI അന്വേഷണം ഏറ്റെടുത്തത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. അരുവിക്കരയിലെ അരുവിപ്പുറത്ത് ഉയരുന്ന ശ്രീനാരായണ ഗുരു പഠന ഗവേഷണ കേന്ദ്രം. റെയ്ഡിനിടെ വ്യവസായി CJ റോയ് സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ. ഞാൻ എന്നെ തന്നെ മറന്നു. മോദി കാലു തൊട്ട് വന്ദിച്ചതിൽ ആശാനാഥ്. ശ്രീകാര്യത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 50 പേർക്ക് ഭക്ഷ്യവിഷബാധ. ദേവനാരായണന് 1-ാം റാങ്ക്. കൈക്കൂലിപ്പണം വിജിലൻസിനെ കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ.
ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa പോയ വാരത്തിലെ വിജയി നേഹ ഫാത്തിമ 7D. sa sa da sa ni da pa ni da ma ga ma ga re sa പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. സുനിത വില്യംസ് നാസയിൽ നിന്ന് എത്ര വർഷത്തെ സേവനത്തിന് ശേഷമാണ് വിരമിച്ചത്? ഉത്തരം 27 വർഷം. sa sa da sa ni da pa ni da ma ga ma ga re sa ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. അരുവിപ്പുറം പാലത്തിന് സമീപം പുല്ലമ്പാറ ഗ്രാമത്തിലെ ശാന്തവും ആത്മീയവുമായ ഊർജ്ജസ്ഥലമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമേത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.